ഹലോ ഡിയർ മക്കളെ മക്കളെ ദിവസങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡിസംബർ 1, പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്തു. അതായത് റെഗുലർ കുട്ടികൾക്ക് നെക്സ്റ്റ് വീക്ക് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. സേ കുട്ടികൾക്ക് പുതിയൊരു മാസമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ദിവസങ്ങൾ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ശരിക്കും പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരിയുടെ കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമായി. അപ്പോൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം മക്കളെ. ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾ പ്ലസ് ടുവിൽ ഇപ്പോൾ പഠിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾക്കും വളരെ ചുരുക്കം ദിവസങ്ങളെ മുന്നിലുള്ളൂ എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ തിരിച്ചു കിട്ടത്തില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് എന്താ പറയുക, നിങ്ങളെ അത് ഓർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന മക്കളെ പ്ലസ് വണ്ണിൻ്റെ റെഗുലർ കുട്ടികൾക്കും സേ കുട്ടികൾക്കും ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ്. ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ 2-3 നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 4 മാർക്ക് ഷുവറാണ് മക്കളെ, കിട്ടിയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ മോഡൽ ക്വസ്റ്റ്യൻ കാണും. നമ്പർ മാത്രം ചിലപ്പോൾ മാറി മാറി വരും, എങ്കിലും കൺസെപ്റ്റ് ഒന്ന് തന്നെ, ചെയ്യേണ്ട രീതി ഒന്ന് തന്നെ, എല്ലാം ഒന്ന് തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതാണ്. നന്നായിട്ട് പഠിക്കുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടല്ലോ. അപ്പോൾ സേ കുട്ടികൾക്ക് ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം മക്കളെ. നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തൊട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. സോ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്താമെന്ന ക്വസ്റ്റ്യൻ മക്കളെ ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെയാണ്. പലർക്കും ചിലർ ഈ ചാപ്റ്റർ ടഫാണെന്നൊക്കെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ച കുട്ടികൾക്ക്, നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച കുട്ടികൾക്ക് മനസ്സിലാകും എത്രത്തോളം എളുപ്പമുള്ള ചാപ്റ്ററാണ് ലീനിയർ ഇനീക്വാളിറ്റി എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. Solve the inequality and show the graph of the solution in each of the case on number line. ഇത് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് മക്കളെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ ടേം അല്ലെങ്കിൽ നമ്പേഴ്സ് ഇങ്ങനെയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തായി കിടക്കുന്നത്. ഇതിനെ ലെസ് ദാൻ എന്ന് വിളിക്കുന്നു, ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എക്സിൻ്റെ ടേം എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ഇവിടെ 7x ഉണ്ട്, ഇവിടെ 5x ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ 5xനും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്താവും, 7x, ആ 5x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -5x അല്ലേ. 7x -5x എന്നാവും. സോ ലെസ് ദാൻ, ഇപ്പുറത്തൊരു 9 കിടപ്പുണ്ട്. സോ ഈ 3നെയും കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 9 - 3. 7ൽ നിന്ന് 5 കുറച്ചാൽ 2x. 2x ലെസ് ദാൻ 9ൽ നിന്ന് 3 കുറച്ചാൽ 6. സോ 2x ലെസ് ദാൻ 6 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ 6. എടാ മക്കൾ ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുവാണ് 2. സോ ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡർ ബൈ ആകും, 6/2. അപ്പോൾ എക്സ് ലെസ് ദാൻ 3 എന്ന് കിട്ടും. വളരെ വളരെ എളുപ്പമുള്ള സ്റ്റെപ്പാണ്. എക്സ് ലെസ് ദാൻ 3 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊന്ന് നിങ്ങൾ സൊല്യൂഷൻ എന്ന രീതിയിൽ ഒരു ഇൻ്റർവെല്ലിൽ കാണിക്കുന്ന കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ മക്കളെ, എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 3 വലുത് അല്ലേ, വാ തുറന്നിരിക്കുന്ന ഭാഗത്തുള്ളവനാണ് വലുത്, 3 വലുത്, ഇവിടെയുള്ളവൻ ചെറുത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 3 വലുത്, 3നേക്കാൾ ചെറിയ എക്സുകൾ, 3നേക്കാൾ ചെറിയ എക്സുകൾ എന്ന് പറഞ്ഞാൽ എടാ 3നേക്കാൾ ചെറിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 1, 0, നെഗറ്റീവ്, അങ്ങനെ പോകുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാനിത് പറയുന്നത് സേ കുട്ടികൾക്കും കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടെ ബേസിക് ലെവലിൽ പറയുന്നത്. മക്കളെ ഇവിടെയാണ് 3. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ 3നേക്കാളും ചെറുത് ഇടതുവശത്തേക്ക് പോകും അല്ലേ. ഇവിടെ -∞, ഇവിടെ ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ 3നേക്കാൾ ചെറിയ എക്സുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടുള്ളതല്ലേ അല്ലേ, 3നേക്കാൾ ചെറുത്. അപ്പോൾ ഇത് എഴുതേണ്ടത് എങ്ങനെയാണ്, -∞3. ഓക്കെ അല്ലേ, -∞ തൊട്ട് 3 വരെ. ഇൻഫിനിറ്റിയോടെ എപ്പോഴും നിങ്ങൾ ഈ ഒരു ഇൻ്റർവെൽ, ഓപ്പൺ ഇൻ്റർവെൽ ഇടാവുള്ളൂ. ഓപ്പൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ, ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ. 3യുടെ അവിടെ മക്കളെ നോക്കണം, ഇവിടെ ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇങ്ങനത്തെ ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ താഴത്തും കൂടി ഒരു വരയുണ്ടെങ്കിൽ അതിന് ഈക്വൽ ടു എന്ന് വായിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ലോസ് ഇടുക. ഓക്കെ, അപ്പോൾ ഇവിടെ വെറും ലെസ് ദാനേ ഉള്ളൂ, അതുകൊണ്ട് ഓപ്പൺ ഇട്ടാൽ മതി. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ വരെ ആയി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നമ്പർ ലൈനിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. നമ്പർ ലൈനിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നമ്പർ ലൈൻ വരയ്ക്കുക, വൃത്തിയുള്ളൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് 3 അടയാളപ്പെടുത്തുക. ആദ്യം നമുക്ക് 3 അല്ലേ വേണ്ടത്. സോ 3 എന്നുള്ള അടയാളപ്പെടുത്തി ഇപ്പുറത്ത് കുറച്ച് നമ്പറും കൂടെ അടയാളപ്പെടുത്തുക. 3, 2, 1, 0, -1. ഇപ്പുറത്തും കുറച്ച് നമ്പേഴ്സ് 4, 5. ഓക്കെ അല്ലേ. ഇനി എന്താ പറയുന്നത്, 3നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ എടാ മക്കളെ, 3നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ.
ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് 3ഉം കൂടെ ഉൾപ്പെടും. ഇവിടെ 3 ഉൾപ്പെടത്തില്ല. സോ 3 ഉൾപ്പെടാത്തത് കൊണ്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഹോൾ ഇടുക. 3ൻ്റെ അവിടെ ഹോൾ ഇടുക. ഹോൾ എന്ന് പറഞ്ഞാൽ അവിടെ 3 ഉൾപ്പെടത്തില്ല എന്ന് കാണിക്കാനാണ്. കണ്ടല്ലോ ഹോള് കണ്ടല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ 3ഉം കൂടെ ഉൾപ്പെടും. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയെന്ന് ഓർക്കട്ടെ, ഇങ്ങനെ കിട്ടിയെന്ന് ഇരിക്കട്ടെ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണെങ്കിൽ 3ഉം കൂടെ ഉൾപ്പെടുമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹോളും കൂടെ അങ്ങ് കറുപ്പിക്കുക. എന്ന് പറഞ്ഞാൽ 3ഉം കൂടെ ഉൾപ്പെടും. കണ്ടോ, കറുപ്പിച്ച കണ്ട. അപ്പോൾ ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. സോ 3 ഉൾപ്പെടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഹോളെ ഇടാവുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? യെസ്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുവാണേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ, വിട്ടുകളയിൽ. ഇവിടെ ഇപ്പോൾ 2x ലെസ് ദാൻ 6 എന്ന് കിട്ടിയില്ലേ? അതിന് പകരം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. 2x ലെസ് ദാൻ 6 എന്ന് കിട്ടുന്നതിന് പകരം -2x ലെസ് ദാൻ 6 എന്നിരിക്കട്ടെ. -2x ലെസ് ദാൻ 6 എന്നിരിക്കട്ടെ. സാധാരണ നമ്മളൊരു ഈക്വൽ ടുവിന് ചെയ്യുന്ന പോലെ ഇതിൽ ചെയ്താൽ തെറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം മക്കളെ, ചിലവർ ചെയ്യുന്ന പരിപാടിയാണ് എക്സ് ലെസ് ദാൻ 6 ഈ -2 ഇപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -2 എന്ന് എഴുതും. എക്സ് ലെസ് ദാൻ -3 എന്ന് എഴുതും. തെറ്റാണത്. അതിൻ്റെ കാരണം, നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ എക്സിൻ്റെ കൂടെയുള്ളവൻ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. എക്സിൻ്റെ കൂടെയുള്ളവൻ ഇപ്പുറത്തെ എന്ത് വേണേൽ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. എക്സിൻ്റെ കൂടെയുള്ള നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിനെ മാറ്റുക. അതിനെ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? അതിനെ മാറ്റാൻ ഒരു മൈനസ് കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. കുറച്ചും കൂടെ എളുപ്പ വഴി പറഞ്ഞാൽ ഇവിടുത്തെ സൈൻ ഓപ്പോസിറ്റ് ആക്കുക. ഇവിടെ നെഗറ്റീവ് അല്ലേ, നേരെ ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ എന്താകും? പ്ലസ് ആയി. അതേപോലെ എല്ലാം ഓപ്പോസിറ്റ് ആക്കണം. ഇവനെ മാത്രം ഓപ്പോസിറ്റ് ആക്കി ശരിയാത്തില്ല. ദേ ഇങ്ങനെയുള്ള സിമ്പൽ നേരെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് ആക്ക്, ഇങ്ങോട്ടാകും. അതേപോലെ 6 എന്ന് പറയുന്നത് സൈൻ എന്താണ്? പ്ലസ് ആണ്, അത് ഓപ്പോസിറ്റ് ആകും. ഇപ്പോൾ എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതാണ്. എക്സിൻ്റെ കൂടെയുള്ളവൻ നെഗറ്റീവ് ആണെങ്കിൽ എല്ലാം ഓപ്പോസിറ്റ് ആക്കുക. ആ ട്രിക്ക് ഓർത്തോണേ. എക്സിൻ്റെ കൂടെ നെഗറ്റീവാണ്, സോ ഞാൻ ഇതിനെ ഓപ്പോസിറ്റ് ആക്കി, പ്ലസ് ആക്കി. ഇവൻ നേരെ ഓപ്പോസിറ്റായി തിരിഞ്ഞു. അടുത്ത 6 നേരെ ഓപ്പോസിറ്റായി, -6 ആയി. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ 2ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എക്സ് ഗ്രേറ്റർ ദാൻ -6/2 എന്ന് കിട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ -3. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഒരു മാർക്ക് പോലും പോകത്തില്ല. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെയാണ് മക്കളെ, ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയേ. 3x അല്ലേ? എക്സിൻ്റെ ടേം എന്ന് പറയുമ്പോൾ 2 ഉണ്ട്. ഇവിടെ 3xും ഇവിടെ 2xും. ആ 2xന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. 3x -2x ലെസ് ദാൻ, അവിടെ ഒരു 1 കിടപ്പുണ്ട്. ഈ -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2 ആയില്ലേടാ. 3xൽ നിന്ന് 2x കുറച്ചാൽ 1x. 1xനെ 1x എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറും x എന്ന് എഴുതാം. x ലെസ് ദാൻ 2 1 3 കിട്ടിയില്ലേ? സോ ഇതിൻ്റെ ഇൻ്റർവെൽ എങ്ങനെ എഴുതും മക്കളെ? 3 ഇവിടെയാണ്. സോ 3നേക്കാൾ ചെറിയ എക്സുകൾ, 3ആണ് വലുത്, 3നേക്കാൾ ചെറുത്. അപ്പോൾ 3 ഇവിടെയാണ്, -∞ ഇവിടെയാണ്, ∞ ഇവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ എഴുതും? -∞ തൊട്ട് 3 വരെ. ഓക്കെ, ഇനി നമ്പർ ലൈനിൽ എങ്ങനെ വരയ്ക്കാം? വളരെ എളുപ്പമാണ് വരയ്ക്കാം അല്ലേ? വളരെ എളുപ്പമാണ്. ആദ്യം 3 അടയാളപ്പെടുത്തുക, പിന്നെ -2 1 0 1 4 5 ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് 3നേക്കാൾ ചെറുത് നേരത്തെ വരച്ച പോലെ തന്നെ. കാരണം ഇവിടുന്ന് ഇവിടം വരെ 3ൻ്റെ അവിടെ ഒരു ഹോൾ ഇടുക. ആൻസർ കഴിഞ്ഞു. സിമ്പിൾ. ആൻസർ കഴിഞ്ഞു. 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കണ്ടല്ലോ, 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. പെട്ടെന്നൊന്ന് ചെയ്യാം. പെട്ടെന്ന് എങ്ങനെ ചെയ്യാം? ആദ്യം 3 അകത്തേക്ക് ഇൻറ്റു ചെയ്യ്, ബാക്കിയെല്ലാം നേരത്തെ സ്റ്റെപ്പ്. 2 അകത്തേക്ക് ഇൻറ്റു ചെയ്യ്, ബാക്കിയെല്ലാം സെയിം. നമ്പർ ലൈൻ അടയാളപ്പെടുത്തുന്ന വരെ ചെയ്തോണം കേട്ടോ. ക്വസ്റ്റ്യനിൽ എടുത്ത് പറയും സൊല്യൂഷൻ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് പറയാം? 3 × 1 3 3 x മൈനസ് ഉണ്ട്. സോ -3x ലെസ് ദാൻ 2 × x 2x പ്ലസ് 2 × 4 8. സോ മക്കളെ ഇവിടെ -3x ഉണ്ട്. സോ അതവിടെ കിടക്കട്ടെ. -3x ഇവിടെ കിടക്കട്ടെ. അപ്പുറത്തൊരു 2x ഉണ്ട്, അതിനിപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ -3xന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ എപ്പോഴും ഇടത് സൈഡിലേക്ക് എല്ലാത്തിനും കൊണ്ടുവരാനാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത് കേട്ടോ. കാരണം പലർക്കും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. സോ എളുപ്പം ചിന്തിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ -3x, ആ 2x ഇപ്പുറത്ത് വരുമ്പോൾ -2x ലെസ് ദാൻ, ഇവിടെ ഒരു 8 കിടപ്പുണ്ട്. ഇത് ഈ 3നപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -3.
എടാ -3 -2 കൂടെ ആഡ് ചെയ്യുമ്പോൾ -5x ലെസ് ദാൻ 8 3 കുറച്ചാൽ 5. കണ്ടോ നമ്മുടെ എക്സിൻ്റെ ടേം, എക്സിൻ്റെ കൂടെയുള്ള നെഗറ്റീവായ നേരെ മറിക്ക്, നേരെ ഓപ്പോസിറ്റ് ആക്ക്. ഇവനെ പോസിറ്റീവ് ആക്കി, ഇവനെ ഇങ്ങോട്ട് തിരിച്ചു, ഇവനെ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആക്കി. അപ്പോൾ 5x ഗ്രേറ്റർ ദാൻ -5 ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ -5/5 എത്ര കിട്ടിയടാ? എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്ന് കിട്ടിയില്ലേ? 5/5 -1. എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് -1. സോ എക്സിനേക്കാൾ അല്ല വലിയ എക്സുകൾ, -1 വലിയ എക്സുകൾ, -1 വലുത് എന്ന മീനിങ് ആണെങ്കിൽ എടാ മക്കളെ ഇങ്ങോട്ടേക്കല്ലേ, ഇങ്ങോട്ടേക്കല്ലേ. ഇവിടെ -ഇൻഫിനിറ്റിയും ഇവിടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ -1 വലുത്. കണ്ടല്ലോ, -1 വലുത് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ -1 to ∞, ഇവിടെ ഓപ്പൺ ഇവിടെ ഓപ്പൺ. ഇതിൻ്റെ നമ്പർ ലൈൻ ഇതേപോലെ തന്നെ വരയ്ക്കാം. സിമ്പിൾ. ഇവിടെ -1, -1 വലിയ വലിയ നമ്പേഴ്സ് ഇതൊക്കെയാണ്. 0 1 2 അങ്ങനെ കുറച്ച് വരയ്ക്കുക. ഇങ്ങോട്ടേക്കാവുമ്പോൾ -2 -3 കുറച്ച് അങ്ങോട്ടും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്നുമില്ല. സോ ഇതേപോലെ തന്നെ -1 വലുത്. ഓക്കെ, ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. കാരണം ഓക്കെ, ഒരു ഹോൾ ഇട്ട് കൊടുത്തു. ആൻസർ കംപ്ലീറ്റഡ്. ഓക്കെ, നെക്സ്റ്റ്. ഇങ്ങനത്തെ ഫ്രാക്ഷൻ വരുമ്പോൾ ചിലവർക്ക് പ്രശ്നമാണ്. കാരണം ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ LCM എടുക്കണം, പിന്നെ കൺഫ്യൂസിങ് ആകും എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ സിമ്പിളാണ്, സിമ്പിൾ പരിപാടിയാണ് മക്കളെ. ഇങ്ങനത്തെ ഫ്രാക്ഷൻ വന്നാൽ പലരും ചെയ്യുന്ന പരിപാടി LCM എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റാണ്, ചെയ്താൽ കിട്ടും. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ ബേസിക് ലെവലിൽ ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് പഠിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയുന്ന ട്രിക്ക് ഓർത്തിരിക്കുക. അറിയാവുന്ന മക്കൾസ് എല്ലാം തന്നെ ചെയ്തോ, പക്ഷേ എല്ലാ കുട്ടികളും ഇവിടെ ശ്രദ്ധിക്കുക. വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, LCM എടുക്കുന്ന പരിപാടിയൊക്കെ തന്നെയാണ്. ശ്രദ്ധിച്ചോണം, ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ, ആ ഫ്രാക്ഷൻ നിങ്ങൾക്ക് പ്രശ്നമാണ് അല്ലേ? ആ പ്രശ്നക്കാരനെ മാറ്റാനായിട്ട് ഞാൻ ട്രിക്ക് പറഞ്ഞു തരാടാ. എല്ലായിടത്തും ഈ 2 3 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിലുള്ള 2 3, ഇപ്പോൾ 2 3 മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ഒരു 4 ഉണ്ടെങ്കിൽ 2 3 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എല്ലായിടത്തും ആ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണേ. ഞാൻ ശ്രദ്ധിച്ചോണം. ഇവിടെ 2 × 3, ഇവിടെ 2 × 3, ഇവിടെ 2 × 3, ഇവിടെയും 2 × 3. എല്ലായിടത്തും 2 × 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു ഗുണമുണ്ട്. നോക്കിയേ, ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 2ഉം പോയി, ഇവിടുത്തെ 3ഉം ഇവിടുത്തെ 3ഉം പോയി. മിച്ചം ഉള്ളവന്മാരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതടാ. 2 × 3 എത്രയാടാ? 6. 6 × x 6x 6x. ഓക്കെ, പ്ലസ് ഇവിടെ ഒരു 3 ഉണ്ട്. 3 × x 3x പ്ലസ് ഇവിടെ 2 ഉണ്ട്. 2 × x 2x ലെസ് ദാൻ 3 × 2 6 അല്ലേ? 6 × 11 എത്രയാണ്? 66. ഇതെല്ലാം കൂടെ കൂട്ടറാ. 6 3 9 2 11x. 11x ലെസ് ദാൻ 66 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ 66/11. സോ എക്സ് ലെസ് ദാൻ 6 എന്ന് കിട്ടും. സിമ്പിളായിട്ടുള്ള പരിപാടി. അപ്പോൾ ഇത് എവിടെ വരും? 6 ആണ് വലുത്. 6 ചെറിയ എക്സുകൾ, 6 ചെറിയ എക്സുകൾ, 6 ചെറിയ എക്സുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും അല്ലേ? 6 ചെറിയ എക്സുകൾ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? -∞ തൊട്ട് 6 വരെ. ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ എല്ലാം ഞാൻ ലെസ് ദാൻ ചെയ്യണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും. ഇതിനിപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ഇട്ടെന്നിരിക്കട്ടെ. ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു, ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു, ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു, ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു. അങ്ങനെയാണ് വന്നിരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടി പറയുവാണേ. ഇവിടെ അങ്ങ് ക്ലോസ്ഡ് ഇടുക. 6ൻ്റെ അവിടെ എല്ലാം ഇപ്പം നമ്മൾ ലെസ് ദാൻ മാത്രം ചെയ്യുന്നുണ്ട്. അതും കൂടെ പറഞ്ഞ് പോകണമെന്നൊരാഗ്രഹം, അതുകൊണ്ടാണ്. അപ്പോൾ അതേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. അതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഇനി ഇത് എങ്ങനെ വരയ്ക്കാം? നമുക്ക് ഇതേപോലെ തന്നെ നമ്പർ ലൈൻ വരയ്ക്കുക. 6 സോ 6 എന്ന് അടയാളപ്പെടുത്തി. കുറച്ച് നമ്പർ ഇപ്പുറത്തും 6 കഴിഞ്ഞാൽ ഇപ്പുറത്ത് 7 8, ഇപ്പുറത്താണെങ്കിൽ 5 4 3 മതി, പോട്ടെ. ഇങ്ങോട്ട് പോകാണല്ലോ. ഇവിടെ 9. 6 ചെറിയ എക്സുകൾ, 6 ചെറിയ എക്സുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണല്ലോ അല്ലേ? 6 ചെറിയ എക്സുകൾ. അപ്പോൾ നമ്മളിത് അടയാളപ്പെടുത്താൻ പോകുന്നത് 6 ചെറിയ എക്സുകൾ.
ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമ്മൾ ആറിനെയും കൂടെ അങ്ങ് ഷെയ്ഡ് ചെയ്ത് വെക്കുക. 6 എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലും കൂടെ ഷെയ്ഡ് ചെയ്ത്, കാരണം 6ഉം കൂടെ ഉൾപ്പെടും എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ മക്കളെ? യെസ്. അങ്ങനെയാണ് മക്കളെ, ഇതൊന്ന് തന്നെ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആൻസർ തന്നെ ചെയ്ത്, കമൻറ്റിൻ്റെ സ്പെല്ലിങ് തെറ്റി, തന്നെ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ആൻസർ കമൻറ്റ് ചെയ്യണം. കറക്റ്റ് ആയിരിക്കും. ഫ്രാക്ഷൻ പാടാണെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആൻസർ കിട്ടിയെങ്കിൽ സന്തോഷത്തോടെ ആൻസർ കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. ഓക്കെ ആണല്ലോ? 2022 ചോദിച്ച മറ്റൊരു ചോദ്യം ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് വേണമെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. പബ്ലിക് എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒന്ന് തന്നെ ആയതുകൊണ്ട് അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോൾവ് ദി ഇനീക്വാളിറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്പർ ലൈനിൽ കാണിക്കേണ്ട കാര്യമില്ല, എങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെങ്കിൽ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യണം മക്കളെ. ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് ആദ്യം ഇൻഡ്യൂ ചെയ്യും. ഇതൊന്നും കണ്ട് പേടിക്കില്ല കേട്ടോ. സിമ്പിൾ. ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. ഇവിടെയാണ് 5 കൊണ്ട് അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യുക. ഓക്കെ ആണല്ലോ? ചെയ്ത് നോക്കാം. 3 × x 3x മക്കളെ. 3 × 2 3 × 2 6 ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 × 2 10 മൈനസ് 5 × x 5x. ആഹാ, ബൈ 3. എടാ മക്കളെ, ബൈ 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാം. എങ്കിലും ഞാൻ കുറച്ച് മുമ്പ് ഞാൻ കുട്ടികളോട് പറഞ്ഞ എന്താണ് മക്കളെ? നിങ്ങളോട് പറഞ്ഞ എന്താണ്? ഫ്രാക്ഷൻ വന്നാൽ ഫ്രാക്ഷൻ കളയാൻ വേണ്ടി അത് വെച്ച് ഇൻഡ്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം തന്നെ ഫോളോ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഞാൻ അത് തന്നെ ഫോളോ ചെയ്യുവാണ്. ഒന്നുമില്ല, ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ. അറിയാവുന്നവർ മുന്നോട്ട് ചെയ്തോ. പക്ഷേ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട്, കാരണം കുറേ കുട്ടികൾക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് ഒരേ മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇതാണ് 5ഉം 3ഉം ആണ്. സോ 5ഉം 3ഉം കൊണ്ട് എല്ലായിടത്തും ഇൻഡ്യൂ ചെയ്യുന്നു. 5 × 5 × 3. ഇവിടെയും 5 × 3. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 3ഉം കട്ട് ചെയ്ത് കളയാം, ഇവിടുത്തെ 5ഉം കട്ട് ചെയ്ത് കളയാം. മിച്ചമുള്ള എന്തൊക്കെയാണ്? ഇവിടെ ഒരു 3 ഉണ്ട്. സോ 3 × 3x - 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഒരു 5 ഉണ്ട്. 5 × 10 - 5x. ഇനി വീണ്ടും ബ്രാക്കറ്റ് വന്നു. ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് വീണ്ടും ഇൻഡ്യൂ ചെയ്യും. ഇവിടെ 5 അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യും. അപ്പോൾ എന്ത് വരും? 3 × 3 9x 3 × 6 18 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × 10 50 മൈനസ് 5 × 5 25x. സിമ്പിളായിട്ട് ആ സ്റ്റെപ്പ് കിട്ടി. ഫ്രാക്ഷൻ വലിയൊരു ഫ്രാക്ഷൻ ആയിരുന്നതിന് നമ്മൾ ചുരുക്കി സിമ്പിളസ്റ്റ് ഫോം ആക്കി മാറ്റുന്ന കണ്ടോ മക്കളെ. ഇനി എന്ത് ചെയ്യണം? എക്സിൻ്റെ ടേം എല്ലാം ഒരുമിച്ചാക്കണം. ഇവിടെ ഒരു എക്സിൻ്റെ ടേം 9x ഉണ്ട്. ഇവിടെ ഒരു -25x ഉണ്ട്. അപ്പുറത്തെ -25xനെ പിടിച്ച് ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ പ്ലസ് ആകത്തില്ലേ? ഇവിടെ 9x. അപ്പുറത്തെ -25xനെ പിടിച്ച് ഇപ്പുറത്തേക്ക് ഇടാം, അപ്പോൾ +25x. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പുറത്തെ ഒരു 50 കിടപ്പുണ്ട്. ദേ ഇവിടുത്തെ ആ -18നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +18. ഓക്കെ, അതായി 25 9 കൂട്ടിയ 34x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 18 കൂട്ടിയ 68. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68/34 എത്രയാണെന്ന് വേണമെങ്കിൽ കാൽക്കുലേറ്റർ നോക്കാം, ഇല്ലെങ്കിൽ മനസ്സിലായവർക്ക് എഴുതാം. 68ൻ്റെ പകുതിയാണ് 34. സോ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ. നമുക്ക് വേണമെങ്കിൽ നമ്പർ ലൈനിൽ ചോദിച്ചിട്ടില്ല മക്കളെ, എങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. നമ്പർ ലൈൻ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 2 സോ 2ന് ഇപ്പുറത്ത് കുറച്ച് വാല്യൂസ് അടയാളപ്പെടുത്താം. 2 1 0 -1. ഇപ്പുറത്ത് 3 4 കിടക്കട്ടെ. സൊല്യൂഷൻ ഇതിലല്ലേ. 2നേക്കാളും ചെറുത് 2 വലുത്. സോ 2നേക്കാൾ ചെറിയ എക്സുകൾ -∞ തൊട്ട് 2 വരെ 2നേക്കാൾ ചെറുത്. ഇനിയിപ്പോൾ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് എഴുതിയില്ലെങ്കിലും ഈ നമ്പറിൽ വരച്ച് കറക്റ്റായിട്ട് കാണിച്ചാൽ മതി. 2നേക്കാൾ എടാ മക്കളെ 2 വലുത് മാക്സിമം. 2നേക്കാൾ ചെറുത് 2ഉം ഉൾപ്പെടും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 2നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ, അതങ്ങൾ ഷെയ്ഡ് ചെയ്തു. മാത്രമല്ല നമ്മുടെ ആ 2നെയും കൂടെ അങ്ങ് ഷെയ്ഡ് ചെയ്യണം. കാരണം എന്താ? 2ഉം കൂടെ ഉൾപ്പെടും. ഓക്കെ ആണല്ലോ. ഇത്രയും എളുപ്പമാണ് മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം.
സോ അങ്ങനെയാണെങ്കിൽ 2024 അവർ കറക്കി തിരിച്ച് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് പിള്ളേർ ചെയ്യല് അല്ലെങ്കിൽ ചെയ്ത് തെറ്റിക്കണം എന്നുള്ള ധാരണയിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു. പക്ഷെ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് അനുസരിച്ച്, ഞാൻ പറഞ്ഞു തന്ന മെത്തേഡ് അനുസരിച്ച് ഇത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. അത്രയും കോൺഫിഡൻ്റ് ഉള്ള കുട്ടികൾ, മക്കളെ ഞാൻ പറഞ്ഞു പൊതുവെ ടഫാണ്, ചെയ്യാൻ പറ്റത്തില്ലെന്ന് കരുതി അവരിട്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ക്ലാസ് കേട്ട കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വീഡിയോ പോസ് ആക്കുക, തന്നെ ചെയ്യുക, ഉത്തരം എത്ര കിട്ടിയെന്ന് നോക്കാം. എന്നിട്ട് ഞാനിത് ചെയ്ത് കാണിക്കാം. അതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് അതേ ഉത്തരം തന്നെ കിട്ടി, അതേ സൊല്യൂഷൻ നിങ്ങൾ നമ്പർ ലൈന് വരച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ ചാപ്റ്റർ നിനക്കൊക്കെ സെറ്റായി. ഓക്കെ, ഈ ചാപ്റ്റർ നിനക്കൊക്കെ സെറ്റായെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുവാണ്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഉള്ള കുട്ടികൾ വീഡിയോ പോസാക്കുക, എന്നിട്ട് മുന്നോട്ട് ചെയ്യാം. അല്ലാത്ത കുട്ടികൾ, എനിക്കത്ര കോൺഫിഡൻ്റ് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ കൂടെ കാണാം. പക്ഷെ ഞാൻ പറയുന്നത് ഇത്ര നേരം കണ്ടതിൽ വെച്ച് ഏതൊരു കുട്ടിക്കും, ഈ ചാപ്റ്റർ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ വേണ്ട 10ാം ക്ലാസ്സിലൊരു കുട്ടിക്കാണെങ്കിൽ പോലും ഇത് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത് മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ്റ്റാക്കുക എല്ലാവരും, എന്നിട്ട് തന്നെ ചെയ്യുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു സന്തോഷത്തോടെ ഒരു ലവിൻ്റെ ഒരു ഇമോജി കമൻ്റ് ആയിട്ട് ചെയ്യുക. കിട്ടിയെന്ന് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ? എത്ര പേർക്ക് കിട്ടിയെന്നൊന്ന് മനസ്സിലാക്കട്ടെ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എടുത്തെഴുതാം. എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. x + x/2 + x/3 <= 10 + x/6. ഇവിടുത്തെ നമ്മുടെ പ്രശ്നക്കാരനായിട്ടുള്ള ഫ്രാക്ഷൻ ആരാണ്? ഡിനോമിനേറ്റർ 2, 3, 6 ആണ്. എല്ലായിടത്തും 2, 3, 6 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും 2, 3, 6. ഇവിടെയും 2, 3, 6. ഇവിടെയും 2, 3, 6. ഇവിടെയും 2, 3, 6. ഇവിടെയും 2, 3, 6. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 2 കട്ട് ചെയ്ത് കളയാം, ഇവിടുത്തെ 3 കട്ട് ചെയ്ത് കളയാം, ഇവിടെ ഒന്നും കട്ടായി പോകത്തില്ല, ഇവിടുത്തെ 6 കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ഫ്രാക്ഷൻ എന്നുള്ള പ്രശ്നക്കാരൻ മൊത്തം പോയി, എല്ലായിടത്തും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇൻഡ്യൂ ചെയ്യടാം. 6 × 3 18, 18 × 2 36x. ഓക്കെ, 6 × 3 18, 18 × x 18x. അതും ഓക്കെ. 6 × 2 12, 12 × x 12x. യെസ്, ലെഫ്റ്റ് സൈഡ് ഓക്കെ. ഇനി ഇപ്പുറത്ത് 6 × 3 12, 12 × 2 24. സോറി, 6 × 3 18, 18 × 2 36, 36 × 10 360. ഓക്കെ അല്ലേടാ? 3 × 2 6, 6 6 36, 36 × 10 360. ഓക്കെ, ശരിയാണ്. പ്ലസ് ഇവിടെ 3 × 2 6, 6 × x 6x. ഇനി എന്താ മക്കളെ നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ എക്സുകളെല്ലാം കൂടെ കൂട്ടുക. അപ്പുറത്തൊരു എക്സ് കിടപ്പുണ്ട്, നമ്മൾ ആദ്യം എക്സുകളെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്ക്. 36x 10, 46 × 54, 10 64, 2 66x ആയി. ഇവിടെ 66x കിട്ടി അല്ലേ? ഇപ്പുറത്തെ നമ്മുടെ ഒരു 6x കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോഴാണ് എനിക്ക് 66 കിട്ടി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ 6x ഇപ്പുറത്തേക്ക് വരുമ്പോൾ 66 - 6x <= 360. 66ൽ നിന്ന് 6 കുറച്ചാൽ 60x. 60x <= 360. ഓക്കെ അല്ലേ? ഇവിടം വരെയൊക്കെ ഓക്കെ അല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ 60x <= 360 ആണെങ്കിൽ x <= 360/60 കിട്ടിക്കാണും. 0 0 വെട്ടാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും x <= 6. ഓക്കെ അല്ലേടാ? x <= 6 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ പക്ക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആൻസർ. സോൾവ് ചെയ്യാൻ രണ്ടാമത്തെ ആൻസർ വേണം. ഇതിനെ നമുക്ക് ഇൻ്റർവെല്ലിൽ എഴുതുവാണെങ്കിൽ 6നേക്കാൾ ചെറിയ എക്സുകൾ, 6നേക്കാൾ ചെറിയ എക്സുകൾ <= ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇടാം. സോ നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കാം. ഇവിടെ 6, ഇപ്പുറത്ത് 5, ഇപ്പുറത്ത് 4, 3, ഇവിടെ 7, 8, 9. ഓക്കെ അല്ലേ? 6നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ ഇവിടെ മക്കളെ ഇത് ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യണം? <= വേണ്ട 6നേയും കൂടെ ഒന്ന് കടുപ്പിച്ച് വരച്ചാൽ നമ്മുടെ ആൻസർ കിട്ടി. മക്കളെ, ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാം. ലീനിയർ ഇനീക്വാലിറ്റി എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇതേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ സെറ്റാണ്. ഞാനിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണിച്ചതുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത് അല്ലേ?
അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരു കുട്ടി പോലും ഇനി തോറ്റു പോകരുത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും പറയുന്നു, ഇതുപോലത്തെ ക്ലാസ്സുകൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സേ കുട്ടികളോടാണ് കൂടുതൽ ഞാൻ പറയുന്നത് മക്കളെ. ബാക്കിയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോയാണെങ്കിലും ട്യൂഷന് പോയൊക്കെ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ബാച്ച് തയ്യാറാക്കിയിട്ടുണ്ട് മക്കളെ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മാത്സിന് ഒരു കുട്ടി പോലും തോക്കരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കുട്ടികളും ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം മക്കളെ. ഓക്കെ. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ റെഗുലർ കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ലൈവ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പൊതുവെ ടഫാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് റെഗുലർ കുട്ടികൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാം, അവർക്ക് വേണ്ടിയിട്ട് ഒരു ലൈവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ലൈവായിട്ട് കാണാം. തുടർച്ചയായ ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് ഇട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് മക്കളെ. എന്തായാലും നമ്മുടെ കൂടിയേക്കാം മക്കളെ. നിങ്ങൾക്ക് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏത് ചാപ്റ്ററിന് വേണ്ടത് കമൻറ്റ് ചെയ്യട്ടെ മക്കളെ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.